1 പത്രോസ് 1-ാം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഓർമ്മിക്കുക, നമ്മുടെ സഭയുടെ 3-ാമത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ക്ലീറ്റസ് പാപ്പയുടെ ഓർമ്മദിനമാണിന്ന്. വിശുദ്ധ പത്രോസും വിശുദ്ധ ലീനസ് പാപ്പായും കഴിഞ്ഞ് 3-ാമത്തെ പാപ്പയായി AD 79 സഭയെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. AD 25 റോമിൽ ജനിച്ചു വളർന്ന് വൈദികനായി. തിരുസഭയുടെ ഏറ്റവും ക്ലേശപൂർണമായ കാലഘട്ടത്തിൽ 12 വർഷക്കാലം സഭയെ ധീരതയോടെ നയിക്കുകയും AD 92 ഏപ്രിൽ 26 രക്തസാക്ഷിത്വ മകുടം ചൂടുകയുമായിരുന്നു. പഴയ റോമൻ കുർബാനയിൽ വിശുദ്ധ ക്ലീറ്റസ് പാപ്പായെ പ്രത്യേകം അനുസ്മരിക്കുമായിരുന്നു. മുൻ മാർപ്പാപ്പമാർ അനുഭവിച്ച കഷ്ടതകൾ എത്ര ഗുരുതരമായിരുന്നു. തന്നിമിത്തം അവർ വിശുദ്ധ പദം പ്രാപിച്ചു. ഈശോയെ പ്രതി അനുഭവിക്കുന്ന ഏതൊരു ക്ലേശത്തിനും സ്വർഗത്തിൽ വലിയ സമ്മാനം ലഭിക്കും. നമുക്കും ജീവിത പ്രവർത്തനങ്ങളിൽ സ്വർഗീയ സമ്മാനാർഹതയ്ക്കായി ഒരുങ്ങാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കത്തും മെഴുതിരി നാളമായൻ ജീവിതം മാറും. എന്നിൽ ഈശോ വരുമ്പോൾ, എന്നിൽ ഈശോ വരുമ്പോൾ ചുറ്റും പ്രഭ തൂകിടും ഈ ജീവിതം മണ്ണിൽ. എന്നും ദൈവകൃപയാൽ, എന്നും ദൈവകൃപയാൽ. എങ്ങും നിശബ്ദതയിൽ ദൈവം സംസാരിക്കും. കാതോർത്ത് ദിവ്യസ്വരം ശ്രവിച്ചിടും ഞാൻ. എങ്ങും നിശബ്ദതയിൽ ദൈവം സംസാരിക്കും. കാതോർത്ത് ദിവ്യസ്വരം ശ്രവിച്ചിടും ഞാൻ. കത്തും മെഴുതിരി നാളമായൻ ജീവിതം മാറും. എന്നിൽ ഈശോ വരുമ്പോൾ, എന്നിൽ ഈശോ വരുമ്പോൾ ചുറ്റും പ്രഭ തൂകിടും ഈ ജീവിതം മണ്ണിൽ. എന്നും ദൈവകൃപയാൽ, എന്നും ദൈവകൃപയാൽ.
ഈശോ